പ്രകാശത്തിൽ പറയുവിൻ. ഇപ്പം ചില പറച്ചിൽ ഇരുട്ടത്തായിരിക്കും പറയണത്. അവിടെ വേണ്ടത്ര വെളിച്ചമൊന്നും ഉണ്ടാകത്തില്ല. കർത്താവ് പറയും ഇരുട്ടത്ത് നമ്മുടെ കർത്താവിൻ്റെ കാണാൻ പറ്റത്തില്ല, പക്ഷെ സ്വരം മാത്രം കേൾക്കും. അത് അന്ധകാരത്ത് നിങ്ങളോട് പറഞ്ഞത്. എന്നിട്ട് അവിടെ വേണ്ട നമുക്ക് വ്യക്തതയില്ല, നമുക്ക് വ്യക്തമല്ല, കാഴ്ചകൾ വ്യക്തമല്ല, പക്ഷെ ശബ്ദം കേൾക്കുന്നുണ്ട്. അതാണ് ഇരുട്ടത്ത് അന്ധകാരത്ത് നിങ്ങൾ പറഞ്ഞത്. നിങ്ങളെന്ത് ചെയ്യണം? അത് വെളിച്ചത്തിൽ പരസ്യപ്പെടുത്തണം. അപ്പോൾ വെളിച്ചത്തിൽ പരസ്യപ്പെടുത്താനുള്ള ചുമതല ദൈവത്തിൻ്റെക്കാൾ ഉപരി സുവിശേഷ പ്രവർത്തകരുടേതാണ്. ദൈവം അത് ഇങ്ങനെ ഇരുട്ടത്തെ പറയത്തുള്ളൂ. വലിയ വലിയ കാഴ്ചകളൊന്നും ചുറ്റുപാടും ഇങ്ങനെ ഇരുട്ടാക്കിക്കൊണ്ട് മാത്രമേ ചില വചനങ്ങൾ പറയത്തുള്ളൂ. ചുറ്റുപാടും കാണാൻ പറ്റത്തില്ല. ഇപ്പം എന്താ പറയണത്? പ്രയോജനമില്ലാത്ത ഈ ദാസന്, ഇതാണ് നിഗൂഢ വചനം എന്ന് പറയുന്നത്. അന്ധകാരം നിങ്ങളോട് പറഞ്ഞത് നിഗൂഢ വചനമാണ്. ഈ നിഗൂഢ വചനത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് അത് ആവർത്തിക്കപ്പെടത്തില്ല. എപ്പോഴും അത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കത്തില്ല. സുവിശേഷത്തിൽ എപ്പോഴും പറയുന്ന കുറേ കാര്യങ്ങളുണ്ട്. മാനസാന്തരപ്പെടുവിൻ, അല്ലേ? അത് ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞുകൊണ്ടിരിക്കും, മാനസാന്തരപ്പെടുവിൻ. ഇത് പക്ഷേ ചില കാര്യങ്ങൾ വല്ലപ്പോഴും കൂടി ഒന്ന് പറയും, പക്ഷെ ചുറ്റുവട്ടങ്ങൾ കാണിക്കത്തില്ല. അത് ഇരുട്ടാക്കിയേ കാണിക്കത്തുള്ളൂ. അത് ഒറ്റ പ്രാവശ്യം പറയത്തുള്ളൂ. ഇതിനാണ് അന്ധകാരത്തിൽ പറയുന്ന വചനങ്ങൾ. അത് നിഗൂഢ വചനങ്ങൾ എന്ന് പറയാം. ഒക്കൾട്ട് വേർഡ് എന്ന് ഞാൻ പറയണത്. അത് ഹിഡൻ വേർഡ് ഇങ്ങനെ മറച്ച് വെച്ചിരിക്കുന്നത്. കർത്താവ് എപ്പോഴും മറച്ച് വെച്ചതിനെക്കുറിച്ച് എപ്പോഴും സംസാരിക്കാറുണ്ട്. നമ്മൾ ശ്രദ്ധിക്കാറില്ലെന്നേ ഉള്ളൂ. ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. ശ്രുതിക്കട്ടെ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന, ആരാധന. പാടി വാഴ്ത്തുന്നു. ശ്രുതിക്കട്ടെ ഹല്ലേലൂയ. കൈയടിച്ചോണ്ട്